പിതൃദോഷം എന്ന് പറയുന്നത് പ്യൂർലി ജാതകത്തിൽ കൂടെ മാത്രം വരുന്ന ഒന്നല്ല. പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അനുഭവിക്കാൻ അവർക്ക് ശരീരം വേണം. അതുകൊണ്ടാണ് ഇവർ 13 ബലി നമ്മളുടെ. അപ്പോൾ ഓരോ ബലി ഇടുമ്പോൾ ഒരു കണ്ണ്, കൈ, കാല് എന്ന് വരും എന്നാണ് പറയുന്നത്. ചില പ്രത്യേക ബോഡി ലാംഗ്വേജ് ഒക്കെ ഉള്ള ആൾക്കാരുടെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചില പ്രത്യേക സ്വഭാവം ഉള്ളവരുടെ അല്ലെങ്കിൽ ഹാബിറ്റ് ഉള്ളവരുടെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ശനി ഉച്ചമായിട്ട് നിൽക്കുന്ന, അതായത് വളരെ ബലമായിട്ട് നിൽക്കുന്ന ജാതകങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും. നേതൃപാടകം, സ്ഥാനലബ്ധി. ഏറ്റവും കൂടുതൽ ഒരു രാശിയിൽ നിൽക്കുന്നത് ശനിയാണ്. 2.5 വർഷം നിൽക്കും. ബാക്കി എല്ലാവരും വ്യാഴവും 1 വർഷം നിൽക്കും. ഇതേ 2.5 വർഷം നിൽക്കും, പതിയെ പോവുള്ളൂ. വെൽക്കം ടു ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ കൂടെ ഉള്ളത് അനന്തു ശ്രീ ഗണേശൻ. സാധാരണ ഈ കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്ന് പറയാറുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പണപരമായ ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരാറെന്ന് പറയാറുണ്ട്. അതിൻ്റെ പിന്നിൽ എന്താണ് ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രപരമായി പറയാറ്? അത് ഈ പറഞ്ഞ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ജ്യോതിഷം നമ്മൾ കാലഗണനയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കർക്കിടക മാസത്തിൽ പൊതുവിൽ പിന്നെ കാറ്റും മഴയും കാര്യങ്ങളൊക്കെയാണ്. രോഗങ്ങളും ഒരുപാട് ഉണ്ടാവുന്ന ഒരു ടൈം. കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം തന്നെ നമുക്കറിയില്ല, കർക്കിടക ഏകദേശം അടുക്കാറായി. നമ്മുടെ ചുറ്റുമൊക്കെ പനിയും പിന്നെ വോമിറ്റിങ്ങും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അത് തന്നെ നമുക്ക് അങ്ങനെ കർക്കിടക മാസം തന്നെ നിങ്ങൾ വിശ്വാസം ബുദ്ധിമുട്ടാണെങ്കിൽ കർക്കിടക മാസം എന്ന് പറയണമെന്നില്ല. ഈ സീസണിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് ശരീരത്തിന് ഗുണം ഉണ്ടാകുന്ന രീതിയിലുള്ള ആഹാരം, അതുപോലെ ചികിത്സകളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടനുസരിച്ചിട്ടാണ് കർക്കിടക മാസത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത്. ഒരാളുടെ ജനന സമയം അയാളുടെ ജീവിതത്തെ, അയാളുടെ സന്തോഷത്തെ, ദുഃഖത്തെ, അയാളുടെ ലക്ഷ്യം നേടുമോ ഇല്ലയോ, വിവാഹം നടക്കുമോ ഇല്ലയോ, ഇതിനെല്ലാം ബാധിക്കുന്നത് ജനനസമയമാണ്, ജാതകമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടാവും? അതായത് ജാതകം എന്ന് പറയും, നമ്മൾ തലക്കുറി എന്ന് പറയും. ജാതകത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ എഴുതുന്ന ജനനീ ജന്മസൗഖ്യാന, വർദ്ധതി കുലസമ്പദ, പദവി പൂർവ്വപുണ്യാന. അതായത് പൂർവ്വപുണ്യത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ കർമ്മഫലങ്ങളെല്ലാം വരുന്നതെന്നാണ് ജാതകത്തിൽ ആദ്യം തന്നെ ലിഖ്യതേ ജന്മപത്രിക. ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. 7 ജന്മങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അല്ല, 7 പല ജന്മങ്ങളുണ്ടാവാം, നമുക്ക് അതിനെപ്പറ്റിയല്ല. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവ്വപുണ്യത്തിൽ നിന്ന്, നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഫലം ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പം നമുക്ക് പറയാമല്ലോ. നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് നമുക്ക് നാളെ ഫലം ഉണ്ടാവുക. അത് ബേസിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലായിരുന്നാലുള്ള തോട്ടാണ്. അതിനെ വിപുലീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന ഒരു കാരണത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടാവും. ആ ഒരു തോട്ടാണ് ബേസിക്കലി. പിന്നെ ഇത് വളരെ കാലങ്ങളായിട്ട് മനുഷ്യൻ മനസ്സിലാക്കി വരുന്നൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിലൂടെ ഡെവലപ്പായി വന്ന കാര്യങ്ങളാണ് പല വിശ്വാസങ്ങളും. അങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങളെല്ലാം കാലക്രമേണ വിട്ടു പോകുന്നുണ്ട്, ഇന്ന് കാലത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പം ജനന സമയത്തിലോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ലൈഫിൽ വരുന്നത്? ജനനസമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനനസമയം മാത്രമല്ല, ജ്യോതിഷത്തിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് സമയമാണ് എല്ലാം. പ്രധാനമായിട്ട് കാലഗണനയ്ക്കാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് വേദത്തിൻ്റെ 6 അംഗങ്ങളിലൊന്നാണ്. അതിനെ കണ്ണായിട്ടാണ് ജ്യോതിഷത്തിനെ പറയുന്നത്. അപ്പോൾ ജ്യോതിഷം കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഭാവി, ഭൂതം, വർത്തമാനം, ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ളതല്ല ജ്യോതിഷം. ജ്യോതിഷം പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കി, കാലാവസ്ഥ, ഭൂമിയുടെ പ്രത്യേകതകൾ, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷം ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പം സ്ഥൂലം തന്നെയാണ് സൂക്ഷ്മം എന്നുള്ളൊരു തത്വത്തിൽ നിന്ന് എത്ര വലിയ സംഭവത്തിനെയും ഒരു ചെറിയ ഇതിലേക്ക് നമുക്കിപ്പം എല്ലാ വലിയ വസ്തുക്കളെയും ആറ്റം എന്നുള്ളൊരു സാധനത്തിലേക്ക് ചുരുക്കുന്നത് പോലെ നമുക്ക് രാജ്യത്തിൻ്റെ കാര്യത്തിനെയും നമുക്ക് ജ്യോതിഷം കൊണ്ട് എടുക്കാം. പ്രകൃതിയുടെയും ഭൂമിയുടെയും ബ്രഹ്മാണ്ടത്തിൻ്റെയും വരെ നമുക്ക് കണക്കുകളിലൂടെ എത്തിക്കാമെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ തന്നെ ജാതകം, പ്രശ്നം, നിമിത്തം, ഗോളം, ഇങ്ങനെ ഗണിതം, ഇതെല്ലാം ജ്യോതിഷത്തിൻ്റെ ഭാഗങ്ങളാണ്. അല്ലാതെ ഈ നമ്മുടെ ജാതകം മാത്രമല്ല ജ്യോതിഷത്തിൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാംഗമാണ് ഒരാളുടെ ജാതകത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പഞ്ചാംഗം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ദിനമാണ്. ദിനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ദിവസങ്ങൾ. അപ്പം ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യൻ്റെ ദിവസം, സൺഡേ. ചന്ദ്രൻ്റെ ദിവസം തിങ്കൾ, മൺഡേ.
അപ്പോൾ ഇതൊക്കെ യൂറോപ്പിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഉം, ഉം, ഉം. അപ്പം അതിനനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. എല്ലാ നാട്ടിലും ഇതുണ്ട് എന്ന് സാരം. ഉം, ഉം, ഉം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അടുത്ത് വരുന്നത് തിഥിയാണ്. അത് ചന്ദ്രൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടാണ്. അപ്പം ചന്ദ്രൻ നമ്മുടെ ഭൂമിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ ചന്ദ്രൻ്റെ ഓരോ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ തിഥിയെ നിശ്ചയിക്കുന്നത്. ചന്ദ്രൻ്റെ അവസ്ഥ, പൗർണമി, അമാവാസി, അതിനിടയ്ക്ക് 14 തിഥികൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരേണ്ട നക്ഷത്രമാണ്. അപ്പം നക്ഷത്രം, വാരം, നക്ഷത്രം, തിഥി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നിത്യയോഗം, കരണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ തിരിക്കുന്നത്. എല്ലാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ബേസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പം പിന്നെ നമ്മൾ പറയുമല്ലോ, ചില ആൾക്കാർക്ക് അപ്പോൾ ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ തന്നെ ഒരു ഒബ്സർവേഷനിൽ ചില പ്രത്യേക ബോഡി ലാംഗ്വേജൊക്കെ ഉള്ള ആൾക്കാരുടെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചില പ്രത്യേക സ്വഭാവം ഉള്ളവരുടെ അല്ലെങ്കിൽ ഹാബിറ്റ് ഉള്ളവരുടെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ വിപുലീകരിച്ചൊരു ഭാവമാണിത്. നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച ജനിച്ച ആളിന് കോമൺ ആയിട്ടൊരു ഫലം കാണും, ഫലമാണ്. പിന്നെ നക്ഷത്രത്തിൽ ജനിച്ച, ഇപ്പോൾ ഈ ഗ്രഹങ്ങൾ തന്നെ, ഗ്രഹങ്ങളെ നമ്മൾ പറയുന്ന ഗ്രഹിക്കുക, അത് സ്വാധീനിക്കുക എന്നാണ്. ഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം സ്വാധീനിക്കുകയാണ്. ജസ്റ്റ് മിയർ പ്ലാനറ്റ് അല്ല. അപ്പം നമ്മുടെ ഭൂമിയിലും നമ്മുടെ ശരീരത്തിലുമൊക്കെ സ്വാധീനിക്കാൻ ശക്തിയുള്ളവരാണ് ഗ്രഹങ്ങൾ. അതിപ്പം 9 ഗ്രഹങ്ങൾ മാത്രമല്ല, ഒത്തിരിയുണ്ട്. നമ്മളിപ്പോൾ അല്ലാതെ ഭൂമിയിൽ തന്നെ നമ്മുടെ ചുറ്റും തന്നെ നമ്മളെ ഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്. ജനിച്ചപ്പോഴേ ദോഷ സമയത്ത് ജനിച്ചു, അതുകൊണ്ട് ഒന്നും ശരിയാവില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും? അതൊക്കെ ഒരു പ്യുവർ ഒരു ഡെസ്പറേഷനിൽ നിന്ന് വരുന്ന ഒരു തോട്ടാണ്. ഒരു മനുഷ്യനും ദോഷത്തോടെ ജനിക്കുന്നില്ല എന്നാണോ താങ്കൾ ഇപ്പോൾ പറയുന്നത്? ദോഷവും ഗുണവും എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. ദോഷമുണ്ട്, ഗുണമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ദോഷമായിട്ടുള്ളത് വേറൊരാൾക്ക് ഗുണമായിരിക്കും, വേറൊരാൾക്ക് ഗുണമായിട്ടുള്ളത് മറ്റൊരാളുടെ ദോഷമായിരിക്കും. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ദോഷവും ഗുണവും കൂടിയാണ് ജനിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 ഗ്രഹങ്ങളിൽ തന്നെ പ്യുവറായിട്ട് നമുക്ക് ശുഭഗ്രഹങ്ങളെന്ന് പറയാൻ പറ്റുന്നത് വ്യാഴവും ശുക്രനും മാത്രമാണ്. ബാക്കി എല്ലാവരും പാപഗ്രഹങ്ങളാണ്. പിന്നെ ചന്ദ്രനും ബുധനും ഉണ്ട്. അവർക്ക് പാപയോഗം വന്നാലോ അല്ലെങ്കിൽ അവരുടെ പക്ഷബലം കുറഞ്ഞാലോ ഒക്കെ പാപനായി മാറും. അപ്പം എല്ലാവരുടെ ജാതകത്തിലും ശനിയും സൂര്യനും ചൊവ്വയും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ പാപന്മാരാണ്. പാപത്വം എല്ലാവരുടെയും ജാതകത്തിലുണ്ട്. അതല്ല ശുദ്ധജാതകം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് നമുക്ക് പിന്നെ ശുദ്ധത കൂടിയത് കൊണ്ട്, അല്ലെങ്കിൽ ആ പാപത്തെ ഫലങ്ങൾ കുറയണത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ശുദ്ധജാതകം എന്ന് വിളിക്കാം എന്നുള്ളതേ ഉള്ളൂ. ദോഷവും ഗുണവും ഒക്കെ പിന്നെ അത് ജന്മന മാത്രം ഉണ്ടാവുന്നതല്ല. ജനിക്കുന്നത് ഒരു കാരണമാണ്, ഒരു കാര്യത്തിനൊരു കാരണമാണ്. ഇപ്പോൾ ജാതകം നമ്മൾ എന്തിനു പരിശോധിക്കുന്നു? ജ്യോതിഷം എന്നത് സൂചിത ശാസ്ത്രമാണ്. ഇപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്നു, വണ്ടി ഓടിക്കുമ്പോൾ ഒരു റെഡ് ലൈറ്റ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? വണ്ടി സ്ലോ ചെയ്യും, ബ്രേക്ക് ചെയ്യുന്നു. അതെ, അത്രയേ ഉള്ളൂ. ഇത് നമ്മളെ സൂചിപ്പിക്കും ഇന്ന സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടേക്കൊന്ന് ശ്രദ്ധിക്കണം. സാധ്യതയാണ് പറയുന്നത്, പ്രോബബിലിറ്റീസ്. അപ്പം ഗ്രഹനില അല്ലെങ്കിൽ ഗ്രഹേശ്വരനെ സംബന്ധിച്ച് ഗ്രഹങ്ങളെല്ലാം നമുക്ക് എല്ലാം കാണിച്ചു തരും. ഇപ്പം ഒരു ഗ്രഹനില, നിങ്ങളുടെ ഒരു ഗ്രഹനില എൻ്റെ തന്നു, അതിലെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എത്ര പഠിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഗ്രഹനില ഞാൻ വായിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഓരോ ജ്യോത്സ്യന്മാർ പറയുന്നതും പല രീതിയിൽ പല. പക്ഷേ എല്ലാവരും പറയുന്നതിലൊരു കോമൺ പോയിന്റ് കാണും. അതായത് ജ്യോതിഷൻ്റെ ലക്ഷണത്തിൽ തന്നെ പറയുന്നത് ഊഹാപോഹ പടുവായിരിക്കണമെന്നാണ്. അതായത് അസംഷൻ മേക്ക് ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഊഹാപോഹം ഓരോ രീതിയിലാണ്, അവരുടെ സ്കിൽ അനുസരിച്ചിരിക്കും. അതെ അതെ അതെ, സ്കിൽ. ഇപ്പോൾ ഓരോ ഡോക്ടറും ഡയഗ്നോസ് ചെയ്യുന്നത് പ്രത്യേകതയില്ലേ, അതുപോലെ തന്നെയാണ്. ഈ ദോഷങ്ങളുടെ പേരുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു പേരാണ് പിതൃദോഷം. പിതൃദോഷമുണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു എന്താണ്, അതിൻ്റെ ഒരു ദോഷ പ്രക്രിയ എന്താണ്, അതിൻ്റെ ഒരു പരിഹാരം എന്തായിരിക്കും? അത് പിതൃദോഷം എന്ന് പറയുന്നത് പ്യൂർലി ജാതകത്തിൽ കൂടെ മാത്രം വരുന്ന ഒന്നല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അവൻ്റെ കർമ്മമാണ്. ജാതകം നമ്മൾ എഴുതുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ ഈ ജന്മം അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങളിൽ കർമ്മം കൊണ്ട് ശരിയാക്കുക. അതുകൊണ്ടാണ് അതിന് പരിഹാര കർമ്മം എന്ന് തന്നെ പറയുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഈ പൂജ അല്ലെങ്കിൽ റിച്വൽ ഇതൊക്കെ നമ്മൾ ഇതൊരു വിശ്വാസം എന്നതിൽ കവിഞ്ഞ് നമുക്ക് പരിഹാരം ചെയ്യേണ്ടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും മതി. മനസ്സിലായില്ലേ? അതിനെ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറകിൽ ഇപ്പം പണ്ടുള്ളവർ കട്ടിലിരുന്ന് കാലാട്ടരുത്, കട്ടിലിൻ്റെ അടിയിലാണ് പണ്ടുള്ളവർ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്, അതിൽ തട്ടും. കട്ടളപ്പടിയിൽ ഇരിക്കരുത്, ഇരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തട്ടി വീഴും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രാക്ടിക്കലായിട്ടൊരു പുറകിലൊരു വശം കൂടെ ഉണ്ട്. ഇനി പിതൃദോഷത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പൂർവികരുണ്ടല്ലോ, നമുക്ക് പൂർവികരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയെ അറിയാം, അതെ, അച്ഛൻ്റെ അച്ഛനെ അറിയാം, അറിയാം. അച്ഛൻ്റെ 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 അച്ഛനെ അറിയാമോ? അറിയില്ല. അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് അറിയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മൂക്കോ കണ്ണോ കയ്യോ കാലോ ഒക്കെ നിങ്ങൾക്ക് കാണും. അപ്പോൾ അതിനനുസരിച്ച് ആ ജീനുകളുടെ ഒരു സ്വാധീനം നിങ്ങളിലേക്ക് കാണും. ഇപ്പം നമ്മുടെ ഈ ഗരുഡ പുരാണത്തിൽ പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇല്ലാതാവാണ്, ദഹിപ്പിക്കുകയാണല്ലോ ഹിന്ദു വിശ്വാസം. എങ്ങനെയായിരുന്നാലും ഡി കെ ആയി പോവല്ലേ. അപ്പം നമ്മളെ ബോഡി ഇല്ലാതാവുമ്പോഴത്തേക്ക് നമ്മുടെ പൊതുവിൽ പറയുന്ന ഊർജ്ജത്തിനെ നശിപ്പിക്കാൻ കഴിവില്ല. നമ്മുടെ ഉള്ളിലുള്ളത് ഒരു ഊർജ്ജമാണ്, അതെ അല്ലേ? അതിന് തർക്കമില്ലല്ലോ. ഇല്ല, അതിൽ തർക്കമില്ല. അപ്പോൾ ഈ ഊർജ്ജത്തിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇത് എങ്ങനെയെങ്കിലും പോകണമല്ലോ, എവിടെയെങ്കിലും എത്തണമല്ലോ. അപ്പം നമുക്ക് ഈ ഗരുഡ പുരാണത്തിലേക്ക് വരികയാണെങ്കിൽ ഇവർ ഈ ശരീരമില്ലാതെ അങ്ങോട്ട് പോവുകയും, ഇപ്പോൾ ഈ പല പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും ഒരു നദിയുണ്ടല്ലോ, നദിയും തോണിയും കടത്തുകാരനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതിലും പറയുന്നുണ്ട്, വൈതരണി നദി കടക്കാൻ വേണ്ടി ഇവർ നിൽക്കും, ഈ മരിച്ചു പോയവർ. അപ്പോൾ അവർക്ക് ബോഡി ഇല്ല, അവിടെ ചെന്ന് ഈ സുഖമാണെങ്കിലും പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അനുഭവിക്കാൻ അവർക്ക് ശരീരം വേണം. അതുകൊണ്ടാണ് ഇവർ 13 ബലി നമ്മളുടെ. അപ്പോൾ ഓരോ ബലി ഇടുമ്പോൾ ഒരു കണ്ണ് കൈ കാല് എന്ന് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചോറ് എങ്ങനെ അവിടെ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പിണ്ഡം എന്നാണ് പറയുന്നത്. അതെ, പിണ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, മാസ്, പിണ്ഡം, ഇതൊക്കെ. അപ്പം അതിനെ ഉണ്ടച്ചോറെന്നോ അല്ലെങ്കിൽ നേതിച്ചോറെന്നോ ഒന്നുമല്ല, പിണ്ഡം എന്ന് തന്നെയാണ് പറയുന്നത്. അതെ. അപ്പോൾ അത് അതും ഈ ഇടുന്നയാൾ ഒരു നേരം എന്ത് ചെയ്യും, ആഹാരം കഴിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലെടുക്കും തലേ ദിവസം. അപ്പോൾ അയാളുടെ ഒരു നേരത്തെ ആഹാരത്തിന് തുല്യമായതാണ് പിറ്റേ ദിവസം കൊടുക്കുന്നത്. അപ്പം എല്ലാത്തിനും ഒരു കണക്കുണ്ട്, ബാലൻസ് ഉണ്ട് പ്രകൃതിക്ക്. നമ്മുടെ ഒരു പങ്ക് തന്നെയാണ് നമ്മുടെ പിതൃക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. പ്രേതാവസ്ഥയിലുള്ള ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? പിതൃവാക്കി മാറ്റണം. പിതൃ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാൻ കഴിവുള്ള ശക്തിയാണ്. പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കാൻ കഴിവില്ലാത്ത ശക്തിയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിതൃദോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നു, മുമ്പിലുള്ള ആളിന് സാധനം കൊടുക്കാതെ പുറകിലുള്ളവർക്ക് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ഇല്ല. അപ്പം നമ്മുടെ മുമ്പിലേക്ക് പോയവർ എവിടെയോ പോയിട്ടുണ്ട്, നമ്മളും നാളെ അവിടേക്ക് തന്നെ പോകും. അപ്പം നമ്മളെ മുമ്പിലുള്ളവർ പോയവർ കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടത് എത്തിച്ചേരില്ലെങ്കിൽ അവരുടെ പുറകിലല്ലേ നമ്മൾ നിൽക്കുള്ളൂ. അതെ, അത് തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ പോയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടോ മോക്ഷാവസ്ഥയ്ക്ക് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പുറകിലോട്ട് പോകുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ഇവഞ്ച്വലി. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല, കാലക്രമേണ അവരുടെ പരമ്പരയിൽ ബുദ്ധിമുട്ട് വരും, അത് തീർച്ചയാണ്. പിതൃദോഷം വരുമ്പോഴത്തേക്ക് പൊതുവേ മംഗല്യ തടസ്സം ഉണ്ടാവുക, അത് സിംറ്റംസ് കാണിക്കും. അതായത് പിന്നെ സന്താന ഭാഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, അങ്ങനെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന എല്ലാം പ്രശ്നമാവും. ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കും. അപ്പോൾ ഇതിന് പരിഹാരം നമ്മൾ പല രീതിയിലാണ്. ഇപ്പം നമ്മുടെ സമ്പ്രദായത്തിൽ ഒരു തരത്തിലുള്ള പരിഹാരം കാണും, വേറൊരാളുടെ മറ്റൊരു മതവിശ്വാസമാണ്. ഇതിലെല്ലാം മനസ്സിലാക്കേണ്ടത് എല്ലായിടത്തും നമ്മുടെ മനസ്സതിലേക്ക് എത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് എല്ലാ പ്രശ്നത്തിനും എല്ലാ രോഗത്തിനും കൂടെ ഒരൊറ്റ മൂലിയില്ല. അതുപോലെ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പൂജയോ ഒരു മന്ത്രമോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പലർക്കും പല വിശ്വാസമാണ്. നമ്മൾ മനസ്സ് എവിടെയാണോ നിൽക്കുന്നത് അതാണ് എല്ലാത്തിലും, എല്ലാ വിദ്യകളിലും, എല്ലാ മെഡിറ്റേഷനിലും. ഇപ്പം പിന്നെ പലതരത്തിലുണ്ടല്ലോ, റൈക്കി, പ്രാണിക് ഹീലിംഗ്, ഇവിടെയൊന്നും നമ്മൾ വലിയ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മെഡിറ്റേഷൻ, യോഗ. അവിടെയെല്ലാം മനസ്സാണ് ഏകാഗ്രമാക്കുന്നത്. അതിൽ അഗസ്ത്യർ
പാടലിലൊരു പാട്ടുണ്ട്, മനമതി ചെമ്മയാനാൽ മന്ത്രങ്ങൾ ചൊല്ല വേണ്ട, മനമതി ചെമ്മയാനാൽ ജപതപങ്ങൾ പണ വേണ്ട. മനസ്സ് നേരെ ഇരുന്നാൽ മതി. അതിനാണ് ഈ മനത്തിറമേ മന്ത്രം, മനനാൽ ത്രായതേ ഇതി മന്ത്രം. മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നതേ നമ്മൾ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിനെ കൊണ്ട് അതിനെ ത്രാണനം ചെയ്യിപ്പിക്കാനാണ് ഒരവസ്ഥയെ. അപ്പം നമ്മുടെ മനസ്സ് നന്നാവണമെങ്കിൽ ഒന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. നമ്മളെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടണമെന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആഗ്രഹം വേണം. നമ്മുടെ പൂർവികർക്ക് നല്ലതുണ്ടാവണം. നമ്മൾ പൂർവികർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർക്ക് നന്മയുണ്ടാണ്. ഇപ്പം നിങ്ങൾ നല്ലതായിട്ടൊരു ആളിനെ സ്നേഹിച്ചു, നല്ലതുപോലെ സ്നേഹിച്ചു, പിന്നെ നിർഭാഗ്യവശാൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി മരണപ്പെട്ടു എന്ന് വയ്ക്കുക, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവർ പോവോ? ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. വർഷത്തിൽ അവർ മരിച്ച ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അവർക്ക് വേണ്ടി, എല്ലാ ദിവസവും ചിലപ്പോൾ അവർക്ക് വേണ്ടി മോൺ ചെയ്യും. അപ്പോൾ അതൊക്കെ മനുഷ്യ സഹജമാണ്. അപ്പോൾ അതിനെ ഒരു പടി കൂടെ കടന്ന് പഴയ തലമുറയൊക്കെ അങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പഴയ തലമുറയ്ക്ക് നമുക്ക് ബന്ധമുണ്ടെന്നുള്ളത് തർക്കമില്ലല്ലോ. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ നമ്മൾ DNA ഷെയർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതല്ലേ നമുക്കറിഞ്ഞൂടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അവരെ പറ്റി അറിയാമല്ലോ. അത് തന്നെയാണ് ഇതിൻ്റെ DNA മെമ്മറി ഇപ്പോൾ സയൻസ് പറഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ ഒബ്സർവേഷനാണ് ഇതെല്ലാം. ജ്യോതിഷമായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായാലും എല്ലാം മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. മനസ്സിലായി? ഈ നല്ല കാലം എന്താണ് മോശകാലം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. 7.5 ശനി അതിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്, എനിക്കിപ്പോൾ ശനിയാടാ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശനി അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? ശനി എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഗ്രഹേശ്വരനാണ്. ശനീശ്വരൻ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അതിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശനി എന്ന് പറയുന്നത് കർമ്മരാജൻ എന്ന് പറയും. നല്ലൊരു ട്യൂട്ടറും ടീച്ചറുമാണ് ശനി. നമ്മളെ പഠിപ്പിക്കും. ശനി ഉച്ചമായിട്ട് നിൽക്കുന്ന, അതായത് വളരെ ബലമായിട്ട് നിൽക്കുന്ന ജാതകങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും. നേതൃപാടവം, സ്ഥാനലബ്ധി, അതുപോലെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ശനി കൊടുക്കും. ശനി കൊടുക്കുന്നതായാലും എടുക്കുന്നതായാലും സ്റ്റേബിളായിരിക്കും. അതായത് ശനി നമ്മൾ പൊതുവെ മന്ദൻ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഒരു രാശിയിൽ നിൽക്കുന്നത് ശനിയാണ്. 2.5 വർഷം നിൽക്കും. ബാക്കി എല്ലാവരും വ്യാഴവും 1 വർഷം നിൽക്കും. ഇതേ 2.5 വർഷം നിൽക്കും. പതിയെ പോവുള്ളൂ. വന്നാലും നിന്നാലും ഒക്കെ പതിയാണ്. അതുകൊണ്ട് മന്ദൻ പതുക്കെ. നല്ല സംഭവിക്കുകയാണെങ്കിൽ 2 വർഷത്തേക്ക് ഉണ്ടാവും. നല്ല 2 വർഷമല്ല. ശനി ഇപ്പോൾ ജീവിതം മുഴുവൻ കൊടുക്കുന്ന ആളാണ്. ശനി എടുക്കുന്നതും ജീവിതം മുഴുവൻ നമ്മൾ അറിയും. മനസ്സിലായില്ലേ? ഇപ്പോൾ ശനി 7.5 ശനിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 7.5 വർഷമാണ്. 7.5 വർഷം എന്ന് പറഞ്ഞാൽ 3 രാശിയിൽ ഇത് സഞ്ചരിക്കും. ഒരു രാശിയിൽ 2.5 വർഷമാണല്ലോ. അങ്ങനെ 3 രാശിയിൽ അടുപ്പിച്ച് സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നക്ഷത്രം എന്താണ്? ആയില്യം നക്ഷത്രമാണ്. കർക്കിടകക്കൂറാണ്. അപ്പോൾ കർക്കിടകക്കൂറിൻ്റെ 12 മിഥുനൻ രാശിയിലേക്ക് ശനി പ്രവേശിക്കുമ്പോഴാണ് നിങ്ങൾക്ക് 7.5 ശനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നല്ല കാലമാണോ അതോ? അത് പിന്നെ എങ്ങനെ നമ്മൾ അറിയാം? ഈ ശനി തുടങ്ങുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ചോദിക്കുന്നത് ജീവിതത്തിൽ ശനിയെ പറ്റി ഒരു അവയർനെസ്സും ഇല്ലാതെ എങ്ങനെ നമുക്ക് ശനി വന്നു എന്ന് മനസ്സിലാവും, അറിയാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് അകാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എൻക്വയറി ചെയ്യുന്നു. നമ്മളെ ജനിച്ചതിൻ്റെ, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ജന്മദോഷം, നീ ജനിച്ചു പോയതിൻ്റെ ദോഷം കൊണ്ടാണോ ഇതെങ്ങനെ ഉണ്ടായത്? ജീവിക്കുന്നതിൻ്റെ ദോഷം കൊണ്ടാണോ? ഞാനിപ്പോൾ ഒരു ദിവസവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യണില്ല. എൻ്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ശരിയാകുന്നില്ല. ഈ ചോദ്യത്തിൽ നിന്നാണ് ജ്യോതിഷത്തിലേക്ക് എല്ലാവരും വരുന്നത്. എൻക്വയറിയാണ്. അപ്പോൾ ശനി ഇപ്പം നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണമെങ്കിൽ ജാതകവും കൂടെ നമുക്ക് പരിശോധിക്കണം. പൊതുവിൽ ഒരു പൊതുഫലം ഉണ്ടാവും. ശനി ഇപ്പോൾ 12ലേക്ക് വന്നാൽ ഒരു പൊതുഫലമുണ്ട്. 12ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത്തിരി ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. അതിലേക്കൊരു പാപനായിട്ടുള്ള ശനി വരിക. പ്രത്യേകിച്ച് നിങ്ങളുടെ അഷ്ടമാധിപനൊക്കെയാണ് ശനിയെങ്കിൽ അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ 12ാം ഭാവാധിപനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ശനി ഉച്ചനാണ് ജാതകത്തിലെങ്കിൽ അത് പിന്നെ ഗോചര ശനിയും ജാതകത്തിലെ ശനിയും രണ്ടും രണ്ടാണ്. അപ്പം നമുക്കൊരു വീട്ടിൽ കയറണമെങ്കിൽ 2 വാതിൽ കാണും, അല്ലെങ്കിൽ 4 വാതിൽ കാണും. അതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് ഗോചര ഫലമുണ്ട്. അതായത് പിന്നെ ഈ നിത്യമുള്ള, അതായത് ഇന്നത്തെ അവസരത്തിൽ ശനി ഏത് ഇതിൽ സഞ്ചരിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ നക്ഷത്രത്തിൽ വരുന്ന സ്വാധീനം, നിങ്ങൾ ജനിച്ച സമയം വെച്ചിട്ട് ലഗ്നം കൊണ്ടുള്ള നിങ്ങളുടെ ജാതകത്തിൻ്റെ സ്വാധീനം, പിന്നെ നിങ്ങളുടെ പൂർവ്വപുണ്യം നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ ചെയ്തു വെച്ച പുണ്യം,
അത് കഴിഞ്ഞിട്ട് വരുന്ന നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ പ്രവൃത്തി. ഇതെല്ലാം നല്ല ജാതക പോലും എല്ലാം കൊള്ളാം, പക്ഷെ നിങ്ങളുടെ കർമ്മം പോയാൽ പിന്നെ എല്ലാം പോയില്ലേ. ജാതകത്തിൽ രാജയോഗം ഉണ്ട്, ഞാൻ രാജാവും അച്ഛനും അപ്പൂപ്പനും ഒക്കെ ജാതകം നോക്കിയിട്ട് പറഞ്ഞ് രാജാവായിട്ട് വരും. പക്ഷെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവുമോ? ആ ഗെയിം കളിക്കണതിൻ്റെ രാജാവാവും നിങ്ങൾ ചിലപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ എവിടെയാണോ നമ്മളെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത്. പിന്നെ ഈ 7-2 ശനിയിലേക്ക് വരികയാണെങ്കിൽ, ഫസ്റ്റ് ഈ ശനി വന്നിട്ട് ഇപ്പോൾ ആയില്യം നക്ഷത്രമാണ്, മിഥുനൻ രാശിയിലേക്ക് വന്നു. ഇപ്പം ശനി മീനത്തിലാണ്. ഇപ്പം പിന്നെ നിങ്ങളുടെ മിഥുനൻ രാശിയിലേക്ക് ശനി വരും, നിങ്ങൾക്ക് 7-2 ശനി സ്റ്റാർട്ട് ചെയ്യും. 12-ലാണ് ശനി. ഇപ്പോൾ 12-ാം ഭാവം കൊണ്ട് നമ്മൾ വ്യയസ്ഥാനം, പതനസ്ഥാനം, സ്ഥാനഭ്രംശം, വൈകല്യങ്ങൾ, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇനി ശനി അവിടെ നിന്നിട്ട് നോക്കുന്ന സ്ഥാനങ്ങളുണ്ട്, അതിനനുസരിച്ച് ഫലം കൂടും. നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പോകാൻ പറ്റും. 12-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ വരാം, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്രൊമോട്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വരാം, സ്ഥാനഭ്രംശങ്ങൾ വരാം. ഇനി ലഗ്നത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരസ്ഥാനമാണ്. ശരീരസ്ഥാനം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പ്ലസ് പറഞ്ഞാൽ കുടുംബത്തിലെ വഴക്കുകൾ, എന്ത് കാര്യത്തിനിടങ്ങിയാലും വിഘ്നം, ജയസാധ്യതയില്ലായ്മ, മടുപ്പ്, സ്ട്രെസ്സ്, പെട്ടെന്ന് ടെൻഷനാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പിന്നെ 2-ാം ഭാവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ധനസ്ഥാനമാണത്. ധനത്തിനും കുടുംബത്തിനും പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് ദോഷങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവരെ വാക്ക് നമുക്ക് ദോഷമായി ഭവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. അതായത് 12 രാശിക്ക് 12 കാരകത്വങ്ങളുണ്ട്. 12 കാരകത്വമല്ല, ഒന്നിലധികം കാരകം. 12 രാശിക്ക് ഓരോ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു രാശി കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം ഒരു ഗ്രഹത്തിനെ കൊണ്ട് ചിന്തിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചന്ദ്രനെ എടുക്കാം. ചന്ദ്രൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ. ഇപ്പം ഈ ചന്ദ്രൻ്റെ കാരകത്വമാണ് മനസ്സും ബുദ്ധിയും ദേഹം രക്തം സുഖവും അമ്മയും. അതായത് മനസ്സ്, ബുദ്ധി, ദേഹം, രക്തം, സുഖം, അമ്മ, ഇതെല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാനാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രന്റെ സർക്കിളിങ് കാരണം, സ്വാധീനമാണ്. അതെ, ആണല്ലോ. നമ്മുടെ ശരീരത്തിൽ ഒരു 60-70% വെള്ളം ഉണ്ടല്ലോ, ഉറപ്പായിട്ടും. അപ്പം എന്തായിരുന്നാലും അദ്ദേഹം ഇതിനെയും അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഈ ഇമോഷൻസിനെയൊക്കെ ചന്ദ്രനായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. നമ്മൾ പറയും നമ്മുടെ ഉള്ളിലുള്ള ഹോർമോൺസിന്റെ ചേഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ദേഷ്യം, വിഷമം, അല്ലേ? അങ്ങനെ പറയാറുള്ളവർക്ക് അതെ, നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ വികാരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലേ? നമ്മളൊരു കെമിക്കൽ കോമ്പൗണ്ടാണ് മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അതെല്ലാം കെമിക്കൽ വെള്ളം ആയിട്ട് എടുക്കാം, ലിക്വിഡിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം നമ്മൾ പറയും, ചിലരെ കളിയാക്കി നമ്മൾ പറയും വാവെടുത്തപ്പോൾ അവന് തുടങ്ങിയെന്ന്, കേട്ടിട്ടുണ്ടല്ലോ. ഇതേ കാര്യം യൂറോപ്യൻസ് പറയും ലുനാറ്റിക്സ്. അതായത് ചന്ദ്രൻ്റെ ഇത് അടുത്തെത്തുമ്പോഴത്തേക്ക് ഇവർക്ക് ഭ്രാന്തമായ അവസ്ഥകൾ ഉണ്ടാവുക. അപ്പം അത് മനസ്സുമായിട്ട് പിന്നെ മനസ്സിനെയും വെള്ളത്തിനെയും നമ്മൾ ഒരുമിച്ച് പറയും. വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാൽ നല്ലതാ, കെട്ടിക്കിടന്നാലോ മാറും, ഇല്ലേ? അതുപോലെ മനസ്സും കെട്ടിക്കിടന്ന് എന്ത് ചെയ്യും, മുഷിയൂല്ലേ? അതെ, അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ചന്ദ്രനെ കൊണ്ടാണ് അതിനെ ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വരുന്ന ആൾക്കാർ വീണ്ടും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുന്നത് കൊണ്ടാണ്. എല്ലാം മനുഷ്യൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷം ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും 100 വർഷമല്ല, അത് നിൽക്കും, ഡെവലപ്പായിക്കൊണ്ടിരിക്കും, താഴോട്ട് പോകില്ല. അതായത് നല്ല സ്ട്രോങ് ബേസ് ഉള്ളൊരു സാധനമാണ്. മനുഷ്യൻ്റെ ഒബ്സർവേഷൻ, അനുഭവം, ബോധ്യം, ഇതിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്നൊരു സാധനമാണിത്. ഈ മുഖം നോക്കി ഭാവി പറയുക, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദോഷം പറയുക, അതും ജ്യോതിഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും. അതിപ്പം നമുക്ക് ഇപ്പം പല രീതിയിലുണ്ട്. സാമുദ്രിക ലക്ഷണ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് സാമുദ്രിക മഹർഷി എഴുതിയതാണ്. അപ്പോൾ അതുപോലെ നന്ദി നൂലെന്ന് പറഞ്ഞിട്ട് തമിഴിലുണ്ട് ഗ്രന്ഥങ്ങൾ. അപ്പം അങ്ങനെ പല പല ആൾക്കാർ പല പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചിലരുടെ മുഖം കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുക നല്ല ഏതൊരു ആളാണ്, അല്ലേ? നമ്മുടെ കോമൺ ആയിട്ടുള്ള ജസ്റ്റ് ഒരു അറിവില്ലാതെ, ഇല്ലെങ്കിൽ നമുക്ക് ലക്ഷണശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ഒരാളെ കാണുകയാണ്, അയാളുടെ മുഖം കാണുമ്പോൾ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു, നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും, അല്ലേ? പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാലോ, ഇത് തന്നെയാണ് നമ്മളെ തൊഴിലെങ്കിൽ ആൾക്കാരെ വെറുതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പം മെന്റലിസം ഒക്കെ നടക്കുന്ന കാലമല്ലേ? അതെ. അപ്പൊ അത് മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. അതെ. അത് മുമ്പത്തെ മനുഷ്യന്മാർക്ക് അതിന് കഴിവില്ലാതിരിക്കുമോ?
നമുക്ക് മുമ്പേ ജനിച്ചവർക്ക് അതിന് കഴിവുണ്ടാവുമല്ലോ. അവർ നമ്മളെപ്പോലെ ചിന്തിക്കുക. എല്ലാ പണ്ട് ജനിച്ചവരെല്ലാം പൊട്ടന്മാരല്ലല്ലോ അല്ലേ? അപ്പം നമ്മളെപ്പോലെ ചിന്തിക്കുക. മനുഷ്യൻ്റെ പ്രശ്നങ്ങളും മനുഷ്യൻ്റെ ഇതെല്ലാം അന്നും ഒന്ന് തന്നെയാണ്. പക്ഷേ പഴയതിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു ബേസ് ഉള്ളത് കൊണ്ടല്ലേ ഓരോ കാര്യവും കണ്ടുപിടിക്കുന്നുണ്ടല്ലേ നമ്മൾ. അതിലിപ്പോൾ ഒരു ക്യാമറ തന്നെ പണ്ട് കണ്ടുപിടിച്ച ക്യാമറ അല്ലല്ലോ ഇന്ന്, ഡെവലപ്പ് ആയി. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ പിന്നെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ്. ജ്യോതിഷം ആപ്പിൽ വരെ കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് ഒരു തെറ്റുമില്ലല്ലോ അതിന്, ഒരു തെറ്റുമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ഈ എന്താ പറയാൻ, നമ്മുടെ ഞാൻ പറഞ്ഞില്ല, എല്ലാം ഉണ്ടായത് മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് എല്ലാ കാര്യങ്ങളും. ജ്യോതിഷം നമ്മൾ എന്തിനു സമീപിക്കുന്നു എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക. പക്ഷെ നമുക്കത് ഡെഫിനറ്റായിട്ട് ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഗ്രഹനിലയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ ഇന്റർവ്യൂ നടക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു, ജ്യോതിഷത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും. ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ പറ്റിയല്ല. എൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയത്, ഒരു ക്ലാരിറ്റി കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ആവുന്നു. ഇത്രയും സമയം എനിക്കും ഞങ്ങളുടെ വ്യൂവേഴ്സിനും വേണ്ടി സ്പെൻഡ് ചെയ്തതിനും ഇത്തരം ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.